ഡീസൽ വാഹനങ്ങൾക്ക് അന്ത്യം ഉടൻ. ജൈവ CNG ഇലക്ട്രിക് ഇന്ധനം ഇവിടെ കുതിച്ചുയരാനും ഒരുങ്ങുകയാണ്. പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് അന്ത്യം ഉടൻ എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി നൽകിയിരിക്കുന്നത്. ജൈവ CNG ഇലക്ട്രിക് ഇന്ധനം ഇനി കുതിച്ചുയരും. ഇന്ത്യ ഇന്ധനം മാറ്റൽ അതിവേഗം നടത്തുകയാണിപ്പോൾ എന്നും അദ്ദേഹം മുന്നറിയിപ്പായി തന്നെ വ്യക്തമാക്കി. ഇതോടുകൂടി തന്നെ ഇന്ധന ഇറക്കുമതിക്ക് അന്ത്യം കുറിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് ഇനി ഭാവിയില്ല എന്നും അദ്ദേഹം ഇവിടെ എടുത്തു സൂചിപ്പിച്ചു. പരിസ്ഥിതി പ്രശ്നങ്ങളും ഇന്ധന ഇറക്കുമതി ആശ്രയത്വവും കണക്കിലെടുത്താണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഓട്ടോമൊബൈൽ മേഖല പൂർണ്ണമായും ഈ ഒരു പകരം ഇന്ധനത്തിലേക്ക് മാറേണ്ട സമയം എത്തിയിരിക്കുകയാണ്. ഇലക്ട്രിക്, ഹൈഡ്രജൻ, ബയോഫ്യൂവൽ തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് ഭാവിയെ ഇവിടെ നിർണ്ണയിക്കുന്നതെന്നതാണ് നിതിൻ ഗഡ്കരി ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യം വിദേശ എണ്ണയിൽ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് എന്നും അതിനാൽ തന്നെ സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും മന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഇന്ധന വിതരണത്തെ ബാധിച്ചതോടുകൂടി തന്നെ പെട്രോൾ ഡീസൽ ആശ്രയത്വം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു. ഈ സാഹചര്യമാണ് പകരം ഇന്ധനങ്ങളിലേക്കുള്ള ചിന്തിക്കുന്നതിനെ കുറിച്ച് അതിവേഗം ഇതിനെക്കുറിച്ച് ഇവിടെ ചിന്തിക്കാൻ ഇവിടെ ജനങ്ങളെ അടക്കം പ്രേരിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യ 100% എഥനോൾ ഇന്ധനം ആ ഒരു ഉപയോഗത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട് എന്നതും ഈ ഒരു അഭിപ്രായമായി തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു. ഇതിലൂടെ തന്നെ എണ്ണ ഇറക്കുമതി കുറയ്ക്കുവാനും രാജ്യത്തിന്റെ ഇന്ധന സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുവാനും കഴിയും. മൊത്തത്തിൽ പരമ്പരാഗത ഇന്ധന വാഹനങ്ങളിൽ നിന്ന് പരിസ്ഥിതി സൗഹാർദ്ദ വാഹനങ്ങളിലേക്കുള്ള വലിയ മാറ്റത്തിന്റെ ഒരു സൂചനയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ തന്നെ നൽകുന്നത്. ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ വരും വർഷങ്ങളിൽ 100% എഥനോൾ മിശ്രിതം നടപ്പിലാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്ന കേന്ദ്ര ഉപരിതല യോഗത്തിൽ ഇവിടെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ ലഭ്യതയെ ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യ ഈ ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് പരിസ്ഥിതി സൗഹാർദ്ദമായ ബദൽ മാർഗങ്ങളിലേക്ക് രാജ്യം മാറേണ്ടതും അനിവാര്യമാണ് എന്നും വ്യക്തമാക്കി. നിലവിലെ പെട്രോൾ ആവശ്യകതയുടെ 87% ഇറക്കുമതിയാണ്. മാത്രമല്ല ഇറക്കുമതിയെ കൂടിയാണ് ഇവിടെ ഇന്ത്യ ആശ്രയിക്കുന്നത്. ഇതിനായി തന്നെ പ്രതിവർഷം 22 ലക്ഷം കോടി രൂപയോളമാണ് രാജ്യം ചിലവഴിക്കുന്നത്. ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ 100% എഥനോൾ മിശ്രിതം വിജയകരമായി തന്നെ നടപ്പിലാക്കിയത് ഇന്ത്യക്കും ഇവിടെ മാതൃകയാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. 2025 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ഇന്ധനക്ഷമത മാനദണ്ഡങ്ങൾ ഇലക്ട്രിക് അതേപോലെ തന്നെ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളെ ബാധിക്കുമെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.